2016 രാജ്യസഭയിൽ ചെന്ന് അതിന്റെ വെല്ലിൽ ഇറങ്ങി പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കി സഭ പിരിഞ്ഞ സമയത്ത് അന്ന് അവിടെ വെച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദയോട് ആഞ്ഞ് അടിച്ചു പറഞ്ഞതാണ് കേരളത്തിന് തുറണം വേണം, അത് നിശ്ചയമായിട്ടും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടം ചോദ്യോത്തര വേളയിൽ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും കേരളത്തിന് വരും, കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൻസുഖ് മാണ്ഡവ്യ വന്നപ്പോഴും ആദ്യം തന്നെ കല്ല് വെച്ചത് ഞാനാണ്, ഇത് ആലപ്പുഴയിൽ കിട്ടണം. JP നദ്ദയോടും അത് തന്നെയാണ്. എന്തുകൊണ്ട് ആലപ്പുഴ? നിങ്ങൾ പറ, ഇന്നത്തെ ഒരവസ്ഥ ആലപ്പുഴയിലാണ്. കേരളത്തിലെ മറ്റ് 16 ജില്ലകളുമായി 13 ജില്ലകളുമായി താരതമ്യം ചെയ്ത് 14ാമത്തെ ജില്ലയെന്ന സ്ഥാനം അലങ്കരിക്കാനെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ആലപ്പുഴയ്ക്ക് യോഗ്യതയുണ്ടോ? എന്റെ ആലപ്പുഴയ്ക്ക് ആ യോഗ്യത നേടിക്കൊടുക്കേണ്ടത് മലയാളിയുടെ ആവശ്യമല്ല. അവിടെയുള്ളത് നമ്മുടെ സഹോദരങ്ങളല്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂളും ആ സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാമ്പത്തിക വരുമാനത്തിന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ്, അവിടുത്തെ റെന്റൽസ്. കൊച്ചി എങ്ങനെയാണ് ഇത്രയും റെന്റിന്റെ കാര്യത്തിൽ വലുതായത്? ഇപ്പൊ വിഴിഞ്ഞം വരുന്നതോടുകൂടി തിരുവനന്തപുരം എത്രയാണ് വലുതാവാൻ തുടങ്ങുന്നത്? അങ്ങനെ കേരളത്തിന്റെ മറ്റ് ജില്ലകൾ 13 ജില്ലകളും എടുത്തോളൂ. ഇടുക്കിയായിരിക്കും ഒരു പക്ഷെ പിന്നോക്കം നിൽക്കുന്നത്. പക്ഷെ ഇടുക്കിക്ക് പോലും വലിയ ആലപ്പുഴ നേരിടുന്നതായ ദുരന്തത്തിന്റെ ആഘാതം എന്ന അളവിലില്ലാത്തത് കൊണ്ട് ഇടുക്കിക്ക് പിന്നെയും ഒരുപാട് സാധ്യതയുണ്ട്. ഇടുക്കി വലിയ ഒരു ഭാരതത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥലം വിട്ടു കിട്ടുകയാണ്. 2015 മുതൽ പ്രധാനമന്ത്രി അതിനുവേണ്ടി ശ്രമിച്ച ആ പക്ഷത്തും വിദേശ പക്ഷത്തു നിന്ന് അവർ തയ്യാറാണ്. നമുക്കവിടെ ഒരു 350 ഏക്കർ കിട്ടുകയാണെങ്കിൽ ഇടുക്കിയില് താപത്തിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പൊരുൾ നിർമ്മാണം അവിടെ നടക്കും. അത് ക്ലിയർ ആവാതെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതെന്തായി എന്ന് ചോദിക്കുന്നവരെ നേരിടാൻ എനിക്ക് ഒക്കത്തില്ല. വരട്ടെ, അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞതുപോലെ എയിംസ് ആലപ്പുഴ തന്നെ. അത് ഞാൻ തൃശ്ശൂർ 19 വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ്. അതങ്ങനെ തന്നെ. അതല്ല ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അത് ചെയ്യില്ല എന്ന് നിശ്ചയമെടുത്താൽ പിന്നെ എനിക്ക് എന്റെ പ്രധാനമന്ത്രിയെടുത്തും എന്റെ ആരോഗ്യമന്ത്രിയെടുത്തും വീണ്ടും ഇപ്പൊ JP നദ്ദയാണ് ആരോഗ്യമന്ത്രി. പിന്നെ എനിക്കൊരു അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കേരളത്തിൽ നിന്ന് ആദ്യത്തെ BJP MP എന്നത് തൃശ്ശൂരിനത് നിർബന്ധം. എയിംസിന് വേണ്ടി തൃശ്ശൂർ ജില്ല മുഴുവൻ ഇറങ്ങും. യുവ വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായിട്ടുള്ള പ്രഖ്യാപിത സ്വപ്നം, അത് നടപ്പിലാവണമെങ്കിൽ മെനിഞ്ഞാന്നും അദ്ദേഹം ഈ പറയുന്ന നാരി ശക്തി സ്വസ്ഥ നാരി കുടുംബ സശക്ത് പരിവാർ എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞത് ആ വികസിത് ഭാരത് 2047 എന്ന് പറയുന്നതിന് 4 പില്ലറുകളാണുള്ളത്. നാരി, യുവ, ഞാൻ വരും എന്ന് പറഞ്ഞില്ലേ, യുവ പ്രളയമുണ്ടാകും ആ പദയാത്രയിൽ. സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മൾ ശരിക്കും ഒരു പൂട്ടിടണം. അതിവിടെ വേണം. സെൻട്രൽ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹോം മിനിസ്ട്രിയുടെ അധിപൻ ശ്രീ അമിത്ഷായാണ് വാക്ക് തന്നിരിക്കുന്നത് തൃശ്ശൂർ. പക്ഷെ ശ്രീ പിണറായി വിജയന്റെ ചീഫ് സെക്രട്ടറി പറയുന്നു തൃശ്ശൂര് സ്ഥലമില്ല, ഞങ്ങൾ 7 ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് തരാം.
അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല. തൃശ്ശൂർ തന്നാൽ എനിക്കത് പെരുമയല്ലേ? ഞാൻ പ്രഖ്യാപിച്ച പദ്ധതി അത് തരില്ല. അങ്ങനെയാണെങ്കിലുള്ള പ്രതിമാർഗവും ഞാൻ ഒരു വലിയ സംഘടന കേരളത്തിൽ അവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവരായി 7 ഏക്കർ ഒരു ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മോഡലിൽ തരാൻ തയ്യാറാണ്. പക്ഷെ അമിത്ഷാ പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ, കേരള സർക്കാരിനെ കൊണ്ട് അത് തരിയിക്കണം. നമുക്ക് അതാണ് രാഷ്ട്രീയ വിജയം, രാഷ്ട്ര വിജയം എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് പബ്ലിസൈസ് ചെയ്യും കേട്ടോ. ഇതൊക്കെ പബ്ലിസൈസ് ചെയ്യണം, മുഖ്യമന്ത്രിയോട് ചോദിക്കണം, ഇതിനുള്ള ഉത്തരം വാങ്ങണം. ചീഫ് സെക്രട്ടറി അയച്ച കത്തൊക്കെ എൻ്റെ അടുത്തുണ്ട്. മനോഹരമാണ്, മനോഹരമായ രാഷ്ട്രീയമാണ് അതിലുള്ളത്. വ്യാഖ്യാനമൊന്നും വേണ്ട, ഡയറക്റ്റാണ്. തൃശ്ശൂർ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ലാൻഡ് അവൈലബിലിറ്റി. ട്രിവാൻഡ്രം വി ഹാവ് ആംപിൾ. അത് രാഷ്ട്രീയമാണ്.